മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ ഈ ഒരു ചാപ്റ്റർ പഠിക്കാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ ഈ ചാപ്റ്റർ ഫുള്ള് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് ഒന്ന് റിവൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ പഠിക്കണമെന്ന് ഞാൻ എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാരണം ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമ്മൾ അങ്ങനെയല്ല പഠിച്ചത്. ഈ ഒരു ചാപ്റ്ററിൽ പക്ഷേ അത് ആവശ്യമാണ്. കാരണം ചോദ്യ പേപ്പറിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരവൊക്കെ തരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ചെയ്ത് പ്രാക്ടീസ് ഉള്ള ഒരു കുട്ടിക്ക് മാത്രമേ ഈ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യ ഭാഗത്തിൽ ഈ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ റിവൈസ് ചെയ്ത് അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണ്ട് അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ആദ്യമേ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഓൾറെഡി ഇനി അറിയാമെങ്കിൽ ഒരു പകുതി ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നേരെ പോയാൽ മതി. നമുക്ക് നേരെ ചോദ്യം വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ ക്ലാസ് ഒരു 20 മിനിറ്റോളം ഉണ്ടാവും. അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് കാണാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മളിവിടെ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചത് ആരെ പറ്റിയിട്ടാണ്? ഒരു കാന്തത്തെ പറ്റിയിട്ടാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദ്യ പേപ്പറിൽ ഇതുപോലെ ഒരു പടം കാണുകയാണെങ്കിൽ ഇതൊരു കോമ്പസ് ആണെന്നുള്ള കാര്യം മറന്നുപോകണ്ട. അതിലൊന്ന് നോർത്ത് പോളാണ്, ഒന്ന് സൗത്ത് പോളാണ്. അതിന് നമ്മളൊരു പോയിന്റിൽ എന്ത് ചെയ്തേക്കാണ്, പിവേർട്ട് ചെയ്ത് വെച്ചേക്കാണ്, എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തി നിർത്തിയേക്കാണ്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ചലിക്കാൻ പറ്റും. ഇതാണ് ഒരു കോമ്പസ്. ബേസിക്കലി ഇതാണ് ഒരു കോമ്പസ് എന്ന് പറയും. അതെന്താണ് കോമ്പസ് എന്ന് പറയുന്നത്? ഒരു കാന്തമാണ്. അപ്പോൾ ഒരു കാന്തം എന്തൊക്കെ ചെയ്യും? കാന്തങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒന്നാമത്തേത് മെറ്റൽ പോലെയുള്ള വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ കാന്തത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മെറ്റലുകളായിട്ടുള്ള വസ്തുക്കളെ എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. 2, കാന്തത്തിന് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു കാന്തത്തെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കാന്തത്തിന് എത്ര പോളുണ്ട്? 2 പോളുണ്ട്. ഒരു നോർത്ത് പോളും ഉണ്ട്, ഒരു സൗത്ത് പോളും ഉണ്ട്. സെയിം പോളുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് പോൾ തമ്മിൽ അട്രാക്ട് ചെയ്യും. അതായത് നോർത്ത് പോളും തമ്മിൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യുകയാണെങ്കിൽ നോർത്ത് പോളും അതുപോലെ സൗത്ത് പോളും തമ്മിലാണെങ്കിൽ എന്ത് ചെയ്യും, അവർ പരസ്പരം അട്രാക്റ്റ് ചെയ്യും. ഇത്രയും ഓക്കെ ആണല്ലോ, അറിയാമല്ലോ. അങ്ങനെയുള്ള ഒരു കാന്തത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡിനെ എന്താ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഒരു കാന്തത്തിന് ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ലൈനുകൾ ഉപയോഗിക്കാം. ആ ലൈനിൻ്റെ പേരെന്ത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. ഇതാ കിടക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് എന്ത്, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻ. ഇപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മളൊരു ചെറിയ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥലത്തൂടെ ഇപ്പോൾ എത്ര ലൈന് കടന്നു പോകുന്നു, അതാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കിത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്നോ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻ എന്നോ പറയാം. ആ ലൈൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നമുക്ക് നോക്കി എന്താ കാണാൻ പറ്റുന്നത്? നോർത്ത് പോളിൽ നിന്നാണ് അത് തുടങ്ങുന്നത്, ചെന്ന് അവസാനിക്കുന്നത് സൗത്ത് പോളിലാണ്. കാന്തത്തിനകത്ത് സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. കാന്തത്തിന് പുറവും അകവും നോക്കുകയാണെങ്കിൽ അകത്താണെങ്കിൽ ഒരു യൂണിഫോം ആയ ഫീൽഡാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ? ഈക്വൽ സ്പേസ് ആണ് ലൈനുകൾക്കിടയിൽ. കാന്തത്തിന് പുറത്താണെങ്കിൽ അത് എന്തെന്ന് പറയേണ്ടി വരും? നോൺ യൂണിഫോം എന്ന് പറയേണ്ടി വരും അല്ലേ? നോൺ യൂണിഫോം ആണ്. കാരണം എല്ലായിടത്തും ഒരേ ഡിസ്റ്റൻസിലല്ല ലൈൻ പോയേക്കുന്നത്. ഇവിടെയാണെങ്കിൽ ലൈനുകൾ പരസ്പരം അടുത്താണ്, ഇവിടെ എത്തിയപ്പോൾ അത് ദൂരെയായി. ചില ലൈനുകളാണെങ്കിൽ കറക്റ്റ് കറങ്ങി വന്നിട്ടുമില്ല. അപ്പോൾ ഒരു കാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എത്ര ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ലൈനുകളാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈന്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഒരു കാന്തത്തിനകത്ത് യൂണിഫോമായും കാന്തത്തിന് പുറത്ത് നോൺ യൂണിഫോമുമാണ്. ഇനി എങ്ങനെ തന്നെ ആയാലും തുടങ്ങുന്നത് നോർത്ത് പോളിലും അവസാനിക്കുന്നത് സൗത്ത് പോളിലും ആയിരിക്കും. കാന്തത്തിനകത്താണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടായിരിക്കും ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതെപ്പോഴും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. അതായത് ഇവിടുന്ന് തുടങ്ങിയത് കറങ്ങി തിരിച്ചെന്ത് ചെയ്യും, വരും. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ലൂപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് പോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എത്രത്തോളം അടുത്തടുത്താണെന്നുള്ളത് അതിൻ്റെ സ്ട്രെങ്ത്തിനെ കാണിക്കും. അതായത് ഈ പറയുന്ന നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും എൻഡിലാണ് കാന്തത്തിന് ഏറ്റവും കൂടുതൽ ശക്തി. ദൂരോട്ട് പോകുന്തോറും ശക്തി കുറഞ്ഞു വരികയും ചെയ്യും. ഇതാണ് ഒരു കാന്തം. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാന്തത്തിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം പോലെ നമുക്ക് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. നമ്മളത് പിന്നീടാണ് കണ്ടെത്തിയത്. ആരാ കണ്ടെത്തിയത്? ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കണ്ടെത്തിയത്. എങ്ങനെയാണ് കണ്ടെത്തിയത്? ഇതാണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം. അതിന് സൈഡിലായിട്ട് നമ്മൾ എന്ത് വെച്ചു?
ഒരു കോമ്പസിനെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ എന്ത് പറ്റി? കോമ്പസിൻ്റെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം കാന്തത്തിനെ മറ്റൊരു കാന്തത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയും എന്തുണ്ടായി? ഒരു കാന്തിക മണ്ഡലം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലായി. ഇതിനാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. A magnetic field is formed around a current carrying conductor. This magnetic field can exert a force on a magnetic needle. This is called magnetic effect of electricity. ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമല്ലോ. കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതിന് മറ്റൊരു മാഗ്നറ്റിനെയോ മറ്റൊരു മെറ്റലിനെയോ അട്രാക്ട് ചെയ്യാൻ പറ്റും. സോ ഇതിന് നമ്മൾ മാഗ്നറ്റിക് ഇഫക്റ്റ് എന്ന് വിളിക്കും. കാര്യം പിടി കിട്ടി. അപ്പോൾ നമുക്ക് കോമ്പസിലാണെങ്കിൽ നമുക്കൊരു കാന്തത്തിലാണെങ്കിൽ അറിയാം നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്, കറങ്ങി വരുമെന്ന്. അപ്പോൾ ഈ കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഭാഗം എത്തിയിരിക്കുകയാണ് അല്ലേ. ഇവിടെ ഈ പറയുന്ന കോമ്പസ് എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര സംശയമാണ്. അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് ഓർക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ ഒരു മാർഗം പറഞ്ഞു. സിമ്പിളൊന്നുമല്ല, ടെക്സ്റ്റ് ബുക്കുള്ള കാര്യം തന്നെ. ഞാനതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എപ്പോഴും ചോദ്യത്തിൽ ഒരു കണ്ടക്ടർ തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ AB ആണ് കണ്ടക്ടർ. എന്നിട്ട് അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ദിശയും തന്നിട്ടുണ്ടാകും. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് തൽക്കാലം നമുക്ക് ആലോചിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ടോ ആയിക്കോട്ടെ. എന്തായാലും ഈ പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ദിശ തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ദിശ കണ്ടുപിടിക്കാൻ നമുക്ക് ബാറ്ററി വെച്ചിട്ട് പറ്റും. അടുത്ത ജോലി അതിൻ്റെ താഴെയാണോ കോമ്പസ് ഇരിക്കുന്നത് അതോ ഇനി മുകളിലാണോ കോമ്പസ് ഇരിക്കുന്നതെന്ന് നോക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അവിടുന്ന് നിങ്ങളുടെ പേന എടുക്കുക. എന്നിട്ട് നോക്കുക നമ്മളെ കണ്ടക്ടറിൽ ഇവിടുന്ന് എങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ പറയുന്ന ഇതിൽ ഞാൻ പറയുകയാണ്, ഈ പറയുന്ന പോയിന്റിൽ നിന്ന് ഈ പറയുന്ന പോയിന്റിലോട്ട് ഇതാണ് A, ഇതാണ് B. എയിൽ നിന്ന് ബിയിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ റൂൾ ഉണ്ടല്ലോ, ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ആ റൂൾ പറയുന്ന പോലെ നിങ്ങളുടെ തമ്പിനെ എന്ത് ചെയ്യുക? അതിന് നേരെ വയ്ക്കുക. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ദിശയിൽ തമ്പിന് നേരെ വയ്ക്കുക. നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ ഒരു പേന എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ വച്ചിട്ട് നിങ്ങൾ നോക്കണം കോമ്പസ് ഇരിക്കുന്നത് താഴെയാണോ മുകളിലാണോ. താഴെയാണെങ്കിൽ നിങ്ങൾ വിരൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് കൈയുടെ തുമ്പ് ശ്രദ്ധിക്കുക. ഈ തുമ്പ് താഴേക്ക് കൊണ്ടുവരിക. ഇത് കോമ്പസിൻ്റെ നോർത്ത് പോൾ തട്ടുന്നു എന്ന് വിചാരിക്കുക. നോർത്ത് പോളിനെ തട്ടുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് തട്ടുന്നതെങ്കിൽ നോക്കി, ഇങ്ങനെയാണ് തട്ടുന്നതെങ്കിൽ കോമ്പസ് ഇങ്ങോട്ടല്ലേ ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഇങ്ങനെയാണ് തട്ടുന്നതെങ്കിൽ കോമ്പസിന് തട്ടിക്കളയുന്നു, അങ്ങോട്ട് തട്ടി. അപ്പോൾ അങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു. ഈ പടം വെച്ച് ഒന്ന് നോക്കാം. എയിൽ നിന്ന് ബിയിലോട്ട്, എൻ്റെ ഇതിനനുസരിച്ച് എയിൽ നിന്ന് ബിയിലോട്ട് കോമ്പസ് ഇരിക്കുന്നത് താഴെ. എൻ്റെ കൈ എനിക്കിപ്പോൾ ഈ ഒരു രീതിക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ കൈ ഒടിഞ്ഞു പോകും. എന്നാലും ഞാൻ ഇങ്ങോട്ട് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് A, ഇത് B. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഇങ്ങോട്ട്. താഴെ കോമ്പസ് ഇങ്ങനെ ഇരിക്കുകയാണ്. താഴെ ആയിരിക്കുകയാണ്, കോമ്പസ് ഇരിക്കുകയാണ്. നമ്മൾ കൈ വയ്ക്കുക. എന്നിട്ട് കൈ മടക്കുമ്പോൾ കണ്ടോ എന്താ കാണുന്നത്? ഇവിടെ ഇരിക്കുന്ന കോമ്പസിന് ഇങ്ങോട്ടല്ലേ തട്ടുന്നത്. അപ്പോൾ എന്താ ഇങ്ങനെ നോക്കി, ഇങ്ങോട്ടല്ലേ തട്ടുന്നത്. അപ്പോൾ ഈ നോർത്ത് പോൾ എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡിഫ്ലക്റ്റ്. എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും? ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി ബിയിൽ നിന്ന് എയിലോട്ടാണ് കറണ്ട് പോയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? എന്ത് പറ്റിയേനെ? എന്താ വിരൽ വെച്ചേനെ. താഴെ എന്തിരിക്കുകയാണ്? കോമ്പസ് ഇരിക്കുകയാണ്. എൻ്റെ കൈ മടങ്ങുമ്പോൾ എന്ത് പറ്റും? നോർത്ത് പോളിനെ ഇങ്ങോട്ട് തട്ടും. അപ്പോൾ എന്ത് പറ്റിയേനെ? ഇത് ഇങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിക്കുക. കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ദിശയിൽ തമ്പിനെ വെച്ചിട്ട് കോമ്പസ് ഇവിടെ ഇരിക്കുകയാണ്. അതിന് ഈ പറയുന്ന വിരലിൻ്റെ തുമ്പ് എങ്ങോട്ട് തട്ടിക്കളയും എന്ന് ആലോചിച്ചാൽ മതി. ഇനി മുകളിലാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാലും ഒരു പാടുമില്ല അല്ലേ. നോക്കിയേ, എന്താ A to B മുകളിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഇത്. എൻ്റെ കൈയുടെ തുമ്പ് എങ്ങോട്ടാണ് പോകുന്നത്? ഈ പറയുന്നതിന് ഇങ്ങോട്ടാണ് തട്ടിക്കളയുന്നത് അല്ലേ. ഇങ്ങോട്ടാണ് തട്ടുന്നതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. തിരിച്ചാണെങ്കിലും ആൻറ്റി ക്ലോക്ക് വൈസും ആയിരിക്കും. സോ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അത്രയും മനസ്സിലായല്ലോ. അല്ലാതെ ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ് അല്ലേ, ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാതെ തന്നെ ഞാൻ പറയുകയാണ് ഇവിടെ എന്താണ് ഈ പറയുന്ന നോർത്ത് പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ ഡിഫ്ലക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഞാൻ ഇതുപോലെ നോക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അതിൻ്റെ റൂള്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ദിശയിൽ എന്ത് ചെയ്യുക? ഒരു പേന നിങ്ങൾ വെച്ചിട്ട് തമ്പിനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ ഈ വിരലുകൾ മടക്കുമ്പോൾ ആ കോമ്പസിനെ എങ്ങോട്ടാണ് തട്ടുന്നതെന്ന് നോക്കുക. ആ തട്ടുന്ന ദിശയായിരിക്കും അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ദിശ. അത് ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എന്തായാലും പടം ഇങ്ങനെയല്ലേ വരത്തുള്ളൂ, ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ടാണെങ്കിൽ താഴെയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, മുകളിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ്. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. അത് വെച്ചിട്ടാണ് നമ്മളിത് ഫുൾ എഴുതിയിരിക്കുന്നത്. ഈ പറയുന്ന രീതി വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. പക്ഷേ ഒരു ചോദ്യം ഉറപ്പാണ്. ഇവിടെ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ്. മിക്കവാറും ടെക്സ്റ്റ് ബുക്കിൽ അതേ പടം തരത്തില്ല,
മിക്കവാറും ഇത് മുകളിലെല്ലാം വെച്ചിട്ടുള്ളതായിരിക്കും തരുന്നത്. എന്തായാലും താഴെ മുകളിലുള്ള കേസുകളെ ചോദിക്കാറുള്ളൂ, ഇടത്തും വലത്തും ഒന്നും വയ്ക്കുന്നില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് വിചാരിക്കരുത്, ഇടത്ത് വലത്തും എന്നല്ല, ഒന്നുകിൽ മുകളിൽ അല്ലെങ്കിൽ താഴെ, മുകളിൽ അല്ലെങ്കിൽ താഴെ. ഇനി വേണമെങ്കിൽ കാണാതെ പഠിച്ച് വെക്കണമെങ്കിൽ ഓർത്ത് വെച്ചു, എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ താഴെയാണെങ്കിൽ അതെന്തായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ്, മുകളിലാണെങ്കിൽ അതെന്തായിരിക്കും, ക്ലോക്ക് വൈസ്. അടുത്ത് എ ടു ബി, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ബിയിൽ നിന്ന് എയിലോട്ടാണെങ്കിൽ താഴെയാണെങ്കിൽ എന്തായിരിക്കും, ക്ലോക്ക് വൈസ്, മുകളിലാണെങ്കിൽ എന്തായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മാറ്റാം. അപ്പോൾ ഇനി ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ എന്ത് തന്നേക്കും, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് തന്നേക്കും, ചിലപ്പോൾ ഇത് അങ്ങോട്ടും കൊണ്ട് തിരിച്ച് തന്നേക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചോദ്യത്തിനെ ഒബ്സർവ് ചെയ്തിട്ട് വേണം എഴുതാൻ. അങ്ങനെ നമുക്ക് ദിശ എന്ത് ചെയ്തു, മനസ്സിലായി. അപ്പോൾ ദിശ മുകളിലാണെങ്കിൽ ഒരു സ്ഥലത്തോട്ട്, താഴെയാണെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു കണ്ടക്ടറിന് ചുറ്റും കുറേ കോമ്പസുകൾ അടക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് എന്ത് കിട്ടിയത്, ഇതിന് ചുറ്റും ഉണ്ടാകുന്നത് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോസ്ഡ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുള്ളത് കിട്ടിയത് അല്ലേ. ആ ക്ലോസ്ഡ് ലൂപ്പ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, ഇങ്ങോട്ടാകുമ്പോൾ എന്തായിരിക്കും, ഇങ്ങോട്ടായിരിക്കും അല്ലേ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ പറയുന്ന റൂൾ വെച്ച് കണ്ടുപിടിക്കുന്നത്. റൂളിൻ്റെ പേര് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് എന്താ, ഹോൾഡ് ദ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ യുവർ റൈറ്റ് ഹാൻഡ് സച്ച് ദാറ്റ് തമ്പ് പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ദെൻ ദ ഫിംഗേഴ്സ് വിൽ കേൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അത് വെച്ചിട്ടല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ച് എയിൽ നിന്ന് ബിയിലോട്ട് കറണ്ട് പോകുന്നു. ആ പടം നോക്കി ഇങ്ങനെ കൈവയ്ക്കുന്നു. ഓരോ കോമ്പസിനെയും തട്ടുന്ന എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ട് അല്ലേ. അപ്പോൾ കോമ്പസുകളൊക്കെ പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഈ കോമ്പസ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും അല്ലേ, ഈ കോമ്പസ് ഇങ്ങോട്ട് തന്നെ പോയിന്റ് ചെയ്യും, ഈ കോമ്പസ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും, ഈ കോമ്പസ് ഇങ്ങോട്ടും പോയിന്റ് ചെയ്യും. അപ്പോൾ കണ്ടോ, കറങ്ങുന്ന ക്ലോക്ക് ഓടുന്നതിന് ഓപ്പോസിറ്റ് അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആഫ്റ്റർ റിമൂവിങ് ദ മാഗ്നറ്റിക് കോമ്പസ് ഫ്രം ദ കാർഡ്ബോർഡ് ഡ്രോ ദ ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇതും അത് തന്നെ ആയിരിക്കും. സോ സെയിം ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ റൂളിൻ്റെ പേരാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇമാജിൻ ഹോൾഡിംഗ് ദ കണ്ടക്ടർ ഇൻ യുവർ റൈറ്റ് ഹാൻഡ് സച്ച് ദാറ്റ് തമ്പ് പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്, ഫിംഗേഴ്സ് വിൽ കേൾ അറൗണ്ട് ദ കണ്ടക്ടർ ഇൻ ദ ഇൻഡിക്കേറ്റഡ് ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതെന്താണ്, സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള റൂളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയ കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരിക്കലും വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, കാരണം അത് ചെറിയൊരു ഫീൽഡാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഒരു ബാർ മാഗ്നറ്റിനൊക്കെ തുല്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യണം, വട്ടത്തിൽ കറക്കി ഒരു ലൂപ്പാക്കി മാറ്റണം. അങ്ങനെയുള്ള ഒരു ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല, നേരത്തെ അതേ റൂള് തന്നെയാണ്. ഇവിടെ നോക്കടാ, എ എന്ന് പറയുന്ന പോയിന്റ് നോക്കിയേ. എ എന്ന് പറയുന്ന പോയിന്റിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന താഴെ നിന്ന് മുകളിലോട്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ബി എന്ന് പറയുന്ന പോയിന്റിൽ മുകളിൽ നിന്ന് താഴോട്ട്. അപ്പോൾ നമ്മൾ കൈ പിടിക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഒരു വശത്ത് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങോട്ട്, മറുവശത്ത് ക്ലോക്ക് വൈസ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് നടുക്ക് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, കോയിലിൻ്റെ അകത്തേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പോയിന്റിൽ കോയിലിനകത്തേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കോയിൽ നമ്മൾ നോക്കിയേ, ഈ കോയിൽ നോക്കിയേ, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലോക്ക് ഓടുന്ന ദിശയിൽ. അപ്പോൾ ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലായിരുന്നെങ്കിൽ, അതായത് നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലായിരുന്നെങ്കിൽ അകത്ത് നിന്ന് പുറത്തോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അകത്തേക്കായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ പുറത്തേക്കായിരിക്കും. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിനോയിഡിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇനി അങ്ങനെയുള്ള ഒരു കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, രണ്ടെണ്ണം പഠിച്ചാൽ മതി. ഒന്ന് നമ്പർ ഓഫ് ടേൺസ്, ഇതാണ് നമ്പർ ഓഫ് ടേൺസ്. രണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. ഓക്കെ, ഇത് രണ്ടിനാണ് പ്രധാനമായിട്ടും കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കോയിലുകളുടെ എണ്ണം കൂടിയാൽ കൂടും. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, 1.5 മാറ്റി 3 വോൾട്ട് ബാറ്ററി ആക്കിയപ്പോൾ കൂടുതൽ ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ 2 കറണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസും അടുത്ത് വരുന്നതാണ് എന്ത്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടിനെയും എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് വിൽ ഇൻഫ്ലുവൻസ് എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയുള്ള കുറേ കോയിലുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് സോളിനോയിഡ് അല്ലേ. അപ്പോൾ ഇൻസുലേറ്റഡ് കണ്ടക്ടിങ് വയർ ഒരു സ്പൈറൽ ഷേപ്പിൽ വൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സോളിനോയിഡ്. അങ്ങനെയുള്ള ഒരു സോളിനോയിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ദിശയിലായിരിക്കും. അതായത് ഞാൻ ഇവിടുത്തെ പോയിന്റിനെ മാത്രം, ഈ റിങ്ങിനെ മാത്രം എടുത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ദിശയിലായിരിക്കും.
ഈ പറയുന്ന റിങ് ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. അപ്പോൾ ക്ലോക്ക് വൈസിലാണെങ്കിൽ കറണ്ട് അകത്തോട്ട്, ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ കറണ്ട് എങ്ങോട്ടായിരിക്കും? പുറത്തോട്ടായിരിക്കും. ഓക്കെ, അകത്തോട്ടായിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും? തിരിഞ്ഞു പോയി അല്ലേ? ഈ പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കുന്ന ഒരു കോൾ എന്നതാണ് ശ്രദ്ധ പോയത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഒരു പോയിന്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ക്ലോക്ക് വൈസ് ആകുമ്പോഴത്തേക്കും അകത്തോട്ട് വരും അല്ലേ? അകത്തോട്ട് വരും. ഇവിടെ ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങോട്ടായിരിക്കും? പുറത്തോട്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എൻഡ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാകും. അതാണ് എന്തെന്ന് പറയുന്നത്? സോളിനോയിഡ് എന്ന് പറയുന്നത്. സോ എന്താണ് സോളിനോയിഡ്? ഇൻസുലേറ്റിംഗ് കണ്ടക്ടിങ് വയർ ഒരു സ്പൈറൽ ഷേപ്പിൽ വൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത്. സോളിനോയിഡിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് വരും, മറ്റൊരു പോയിന്റിൽ അകത്തേക്ക് കയറുകയും ചെയ്യും. എന്തുപോലെ? ഒരു ബാർ കാന്തം പോലെ. ബാറിൻ്റെ നോർത്തും സൗത്തും പോലെ ആയിരിക്കും ഇവിടെയും നോർത്തും സൗത്തും എന്ന് പറയുന്നത്. ഇവിടുന്ന് തുടങ്ങും, ഇവിടുന്ന് തീരും, ഇവിടുന്ന് തുടങ്ങും, ഇവിടുന്ന് തീരും. ഇനി ഇങ്ങനെയുള്ള ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് ചോദിച്ചാൽ, നേരത്തെ പോലെ തന്നെ ഒന്ന് നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, എന്താണ്? ഒന്ന് നമ്പർ ഓഫ് ടേൺസ്, രണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്, മൂന്ന് ഈ പറയുന്ന അകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന സോഫ്റ്റ് അയൺ കോർ. എന്താണ്? സോഫ്റ്റ് അയൺ കോർ. ഇത് മൂന്നും വയ്ക്കുമ്പോൾ ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് സൗത്ത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോള്. ഇനി അത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന മറ്റൊരു റൂളുണ്ട്. ഇതെപ്പോഴും സംശയം വരും. അപ്പോൾ ഒരു സോളിനോയിഡിനകത്ത് ഏതാണ് നോർത്ത് പോൾ ഏതാണ് സൗത്ത് പോൾ എന്ന് അറിയാൻ ഒറ്റ സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ദിശയിൽ നമ്മുടെ വിരലുകളെ മടക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഇവിടെ നമ്മൾ കോയിൽ എടുത്തിട്ട് അതിലെന്ത് ചെയ്യുക? വിരലിനെ മടക്കുമ്പോൾ തമ്പ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് ആ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും ഈ പറയുന്ന സോളിനോയിഡിൻ്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കറണ്ട് കെയറിങ് സോളിനോയിഡ് നമ്മൾ റൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഫിംഗർ കേൾ ചെയ്യുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആണെങ്കിൽ തമ്പ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് സോളിനോയിഡിന് നോർത്ത് പോൾ ആയിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന എങ്ങോട്ടാണ്? ഇവിടുത്തെ ക്ലോക്ക് വൈസിലാണ് ഫ്ലോ ചെയ്യുന്നത്. അല്ല, ആൻറ്റി ക്ലോക്ക് വൈസാണ് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ വിരലിനെ മടക്കിയാൽ തമ്പ് പോയിന്റ് ചെയ്ത് എങ്ങോട്ടായിരിക്കും? തമ്പ് പോയിന്റ് ചെയ്യുന്നത് നോർത്ത് പോളിലോട്ട് ആയിരിക്കും. ഓക്കെ, നല്ല പനിയാണ്, അതുകൊണ്ടാണ് ഒരു സുഖമില്ല, സൗണ്ട് വരുന്നില്ല, ചുമയും കയറി വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഒന്നും ഇടാത്തത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സോളിനോയിഡിനെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കാന്തത്തിൻ്റെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റും സാധാരണ മാഗ്നറ്റും നോക്കുമ്പോൾ അതിന് രണ്ടിനും ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കും. പക്ഷേ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ബാർ മാഗ്നറ്റിൽ പെർമനൻ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ ഒന്നും പറ്റത്തില്ല. സോ ഈ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ കറണ്ട് കാരിങ് സോളിനോയിഡ് രണ്ട് പറഞ്ഞാലും ഒന്ന് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ടെമ്പററി ആണ്. ഓക്കെ, മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പൊളാരിറ്റി ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. കറണ്ട് വരുമ്പോൾ ഫീൽഡ് വരും, ഇല്ലാത്തപ്പോൾ ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള ഈ പറയുന്ന മാഗ്നറ്റ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, MRI, ക്രെയിന്, അതുപോലെ മോട്ടോർ. അപ്പോൾ അങ്ങനെയുള്ള മോട്ടോർ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ചോദ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ എന്താ പറ്റിയിരിക്കുന്നത്? ഇവിടെ കറണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ക്ലോക്ക് വൈസിലാണ് പോകുന്നത് അല്ലേ? ക്ലോക്ക് വൈസിലാണെങ്കിൽ നമുക്കറിയാം അകത്തോട്ടാണ് ചെല്ലുന്നതെങ്കിൽ അതൊരിക്കലും നോർത്ത് പോൾ അല്ല, അത് സൗത്ത് പോൾ ആയിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ കറക്റ്റാണ്. കണ്ടോ, ഇതാ ഇങ്ങനെ അകത്തോട്ടാണ്, സൗത്ത് പോളാണ്. അതുകൊണ്ടാണ് ഇത് ശരിയായത്. ഇവിടെ എന്താ പറ്റിയത്? ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഓപ്പോസിറ്റ് ദിശയിലാണ് അല്ലേ? ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇവിടുന്ന് അല്ലേ, ഇവിടുന്ന് ഇത് ഇങ്ങോട്ടാണ്, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ കറണ്ട് ഫ്ലോ എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? നോർത്ത് പോൾ എന്ന് പറയുന്നത്. ഇതെന്താണ്? സൗത്ത് പോൾ അല്ല. സോ ഡയറക്ഷൻ ലൂപ്പിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് ഇലക്ട്രിക് മോട്ടോർ. ഇലക്ട്രിക് മോട്ടോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടോറിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? മോട്ടോറിൻ്റെ പ്രവർത്തന തത്വമാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പോഴാണ് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അടുത്ത ഫിഗർ വരുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞാൻ തൊട്ട് മുമ്പ് ഒരു മോഡൽ ചോദ്യ പേപ്പറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ആ മോഡൽ ചോദ്യ പേപ്പറിൻ്റെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കുലാർ മാഗ്നറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നോർത്ത് പോൾ എന്ന് കാണിച്ചു, താഴത്തെ ഭാഗം സൗത്ത് പോൾ ആണെങ്കിൽ നമുക്കറിയാമല്ലോ നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, നോർത്ത് ആണെങ്കിൽ ഇവിടുന്ന് തുടങ്ങി താഴെ കറങ്ങി സൗത്തിലോട്ട് പോകുന്ന രീതിക്കായിരിക്കും ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്.
സോ സംശയം വരരുത്. അപ്പോൾ നോർത്ത് പോൾ ആക്ട് ചെയ്യുന്നത് മുകളിലോട്ടാണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇതല്ലേ പോസിറ്റീവ് ടെർമിനൽ എയിൽ നിന്ന് ബിയിലോട്ടാണ്. അപ്പോൾ ഇത് എങ്ങോട്ട് മൂവ് ചെയ്യും, ക്യൂയിലോട്ടാണോ പിയിലോട്ടാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇടത്തെ കൈ എടുത്തിട്ട് 3 വിരലിനെയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ട് ഈ പറയുന്ന വിരലിനെ നോർത്ത് പോളിൻ്റെ നേരെ വയ്ക്കുക. അടുത്ത് ഈ പറയുന്ന വിരലിനെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന എ ടു ബി ഡയറക്ഷൻ വെച്ചാൽ ഈ ഇടത്തെ ഈ തമ്പ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടല്ലേ, അത് ക്യൂ അല്ലേ, അപ്പോൾ ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, ക്യൂവിലോട്ടായി. തിരിച്ച് ബി ടു എ ആയിരുന്നു എങ്കിൽ എന്ത് പറ്റിയേനെ, പിയിലോട്ടത് പോയേനെ. അപ്പോൾ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായി. ആ ഫോഴ്സ് കാരണം ഈ കണ്ടക്ടർ എന്ത് ചെയ്തു, മൂവ് ചെയ്തു. ഇതാണ് മോട്ടോറിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ കറക്കി എന്ത് ചെയ്തേക്കുകയാണ്. അപ്പോൾ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഒന്ന് ഡയറക്ഷൻ ഓഫ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, മറ്റൊന്ന് ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ കറണ്ടിനെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെയുമാണ് ഈ പറയുന്ന ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള റൂളിൻ്റെ പേരാണ് എന്ത്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. തമ്പ്, 4th ഫിംഗർ, മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ 3rd ഫിംഗർ നമ്മൾ എന്ത് ചെയ്തു, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വയ്ക്കുമ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കും. ഈ പറയുന്ന 3ാമത്തെ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കുമെങ്കിൽ തമ്പ് എന്തിനെ കാണിക്കും, ഇങ്ങോട്ടാണ് ഫോഴ്സ് ഉണ്ടായി എന്നുള്ളതിനെ കാണിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ രീതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോയിലിന് നമ്മൾ ഇതാ ഈ പറയുന്ന രീതിയിൽ അല്ലേ, ഒരു കണ്ടക്ടറിനെ ഇങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്ത് ഒരു ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുമ്പോൾ മറ്റൊരു വശത്ത് ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇനേർഷ്യ കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വിച്ച് ഇസ് ഫ്രീ ടു മൂവ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സിബിറ്റ് എ ഫോഴ്സ്. ഇതിനെയാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ മോട്ടോർ പ്രിൻസിപ്പിൾ ഒരു മോട്ടറിൻ്റെ ബേസിക് ഭാഗങ്ങളാണ് തന്നേക്കുന്നത്. ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടാകും, അതുപോലെ പ്രധാന സംഭവം എന്താണ്, ഒരു ആർമേച്ചർ ഉണ്ടാകും, സ്പ്ലിറ്റ് റിങ്ങുകളാണ് ഇവിടെ കാണുന്നത്. DC മോട്ടോറിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറയുന്നത് എന്താണ്, സ്പ്ലിറ്റ് റിങ് ആണ്. ഓക്കെ, എന്തുവാണ്, സ്പ്ലിറ്റ് റിങ് ആണ്. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം കറണ്ട് പോകുന്നത് എയിൽ നിന്ന് ബിയിലോട്ടാണ് അല്ലേ. ഇവിടെ നിന്ന് ബാറ്ററി അല്ലേ, ബ്രഷിൽ നിന്ന് റിങ്ങിൽ നിന്ന് എ ടു ബി, ബി ടു സി, സി ടു ഡി, തിരിച്ച് R ടു B ടു കറണ്ട് പോകും. അപ്പോൾ ഈ പറയുന്ന എ ടു ബി നോക്കി, എ ടു ബി ഇരിക്കുന്ന എങ്ങോട്ടാ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, ഇങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണെങ്കിൽ എങ്ങോട്ടാണ്, എ ടു ബി ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, താഴോട്ടായിരിക്കും. അപ്പോൾ എ ബിയിൽ ഫോഴ്സ് താഴോട്ട്, അടുത്ത സി ഡിയിൽ എങ്ങോട്ടായിരിക്കും, സി ടു ഡി ഇങ്ങോട്ടാണ് മുകളിലോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഒന്ന് താഴോട്ട് ഒന്ന് മുകളിലോട്ട് കറങ്ങും. പകുതി കറങ്ങി കഴിയുമ്പോഴത്തേക്കും റിങ്ങുകളുടെ പൊസിഷൻ മാറും, പക്ഷെ ബ്രഷിൻ്റെ പൊസിഷൻ മാറത്തില്ല. പകുതി കറങ്ങി കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും, B2 എന്ന് പറയുന്ന ഇപ്പോൾ നോക്കിയേ, B1 എന്ന് പറയുന്ന റിങ്ങിനോടൊപ്പം ഇപ്പോൾ ഇരിക്കുന്നത് R2 ആയി അല്ലേ. നേരത്തെ എന്തായിരുന്നു, B1 എന്ന് പറയുന്ന റിങ്ങിനോട് ഇരുന്നത് എന്തായിരുന്നു, R1 ആയിരുന്നു അല്ലേ, R1 ആയിരുന്നു. പകുതി കറങ്ങിയപ്പോഴത്തേക്കും മാറി ആര് വന്നു, R2 വന്നു. അപ്പോൾ C2Dയും അടുത്ത് B2Aയും ആയിരിക്കും കറണ്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോഴും ഫോഴ്സ് ഇവിടെ താഴോട്ട് ഇവിടെ മുകളിലോട്ട്. സോ എന്ത് പറ്റും, ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇത് കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സ്പ്ലിറ്റ് റിങ്ങിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുന്നതാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. അതും എന്താണ്, മോട്ടോർ പ്രിൻസിപ്പിളിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. പ്രധാനപ്പെട്ട പാർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ വരുന്നുണ്ട്, ഒരു വോയിസ് കോയിൽ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് വോയിസ് കോയിൽ. അതിൻ്റെ അപ്പുറത്തുമായിട്ട് എന്തിരിപ്പുണ്ട്, ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ഒരു പേപ്പർ ഡയഫ്രം ഉണ്ട്, കണക്റ്റിംഗ് വയറും ഉണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് ആംപ്ലിഫൈ ചെയ്ത് വോയിസ് കോയിലിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ വോയിസ് കോയിൽ സത്യത്തിൽ എന്താണ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ആ ഫോഴ്സിനനുസരിച്ച് ഇത് എന്ത് ചെയ്യും, മുകളിലോട്ടും താഴോട്ട് വൈബ്രേറ്റ് ചെയ്യും. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ച് പേപ്പർ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, നമുക്കിവിടെ സൗണ്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. ഇവിടെ നോക്കടാ, ഇവിടെ ഈ പറയുന്ന കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യും, എയിൽ നിന്ന് ബിയിലോട്ടാണ് കറണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട്, തമ്പ് എങ്ങോട്ട് പോവും, മുകളിലോട്ട്. അപ്പോൾ ഇതെങ്ങോട്ട് മൂവ് ചെയ്യും, അപ്വേർഡ് മൂവ് ചെയ്യും. ഇതുപോലെ കണ്ടുപിടിക്കാനും ബേസിക്കലി അറിഞ്ഞിരിക്കണം. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം. നിങ്ങൾ ക്ലാസ് കണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ ജോലി എന്താണ്, ഇതുവരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ഓരോ ചോദ്യമായിട്ട് നോക്കാം. സോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഓക്കെ, ഇൻ ദ ഫിഗർ എ കണ്ടക്ടർ AB ഈസ് അറേഞ്ച്ഡ് അക്രോസ് പാരലൽ കോപ്പർ വയർ placed on the acrylic sheet above a ring magnet. A 12-volt battery is connected to the parallel conductors through a bell switch. അപ്പോൾ നോക്കിയാൽ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബാറ്ററിയുടെ ടെർമിനലാണ്. ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ കറണ്ട് പോകുന്ന എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണ്. ചോദ്യം 1, ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ AB എന്ന ഈ ഒരു കണ്ടക്ടർ ഏത് ദിശയിലാണ് മൂവ് ചെയ്യുന്നത്. When the bell switch is turned on, justify your finding.
അപ്പോൾ നമുക്കറിയാം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നമുക്കിവിടെ മോഷൻ ഓഫ് ദ കണ്ടക്ടറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ മോഷൻ ഓഫ് ദ കണ്ടക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ഇടത്തെ കയ്യിൽ 3 വിരൽ, അതിൽ ഈ പറയുന്ന ഫിംഗർ എന്തിനെ കാണിക്കും? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? സോ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നോർത്ത് പോൾ എന്ന്. അത് എപ്പോഴും നോർത്ത് ആവണമെന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ നോർത്ത് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നോർത്ത് പോളിൽ നിന്നും മുകളിലേക്കാണ് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. നമ്മളിപ്പോൾ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ വിരൽ അങ്ങോട്ട് വയ്ക്കുക, മുകളിലോട്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടാണ്. അപ്പോൾ പോസിറ്റീവ് നേരെ കണക്ട് ആയിരിക്കുന്ന എയിലോട്ടും പോകുന്ന ബിയിലോട്ടുമാണ്. അപ്പോൾ എ ടു ബി, അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ആ ഡയറക്ഷനോട്ട് കൈവയ്ക്കുക. ഇതാണ് ആ വിരൽ. അപ്പോൾ തമ്പ് പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ഫിഗറിൽ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്യൂ ആണ്. സോ ഉത്തരം ക്യൂ ആണ്. കാരണം നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡോട് എഴുതി വയ്ക്കാം. വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ടു മൂവ് ദ കണ്ടക്ടർ എ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ? ഇപ്പോൾ ക്യൂയിലോട്ടാണ് മൂവ് ചെയ്തത് എങ്കിൽ ഇതിനെ പിയിലോട്ട് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പൊളാരിറ്റി എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. പൊളാരിറ്റി എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. ഓക്കെ. അടുത്ത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, അതായത് ഇപ്പോൾ ഈ നോർത്ത് പോൾ ഇരിക്കുന്ന സ്ഥലത്ത് പകരം സൗത്ത് പോൾ വെച്ചാലും മാറിക്കോളും. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യം. എ മാഗ്നറ്റിക് നീഡിൽ ഈസ് അറേഞ്ച്ഡ് നിയർ ദ എൻഡ് ബി ഓഫ് ദ സോളിനോയിഡ് നെയിംഡ് എ ബി. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഒരു സോളിനോയിഡ് ആണ്. ഇത് പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. വിച്ച് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഈസ് അട്രാക്റ്റഡ് ടു ബി വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ എന്നതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയും. അതായത് ഈ കോമ്പസിൻ്റെ വിച്ച് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ എന്തായാലും ഒരു നോർത്തും ഒരു സൗത്തും കാണും, അല്ലെങ്കിൽ സൗത്തും നോർത്തും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിലേത് ഭാഗമാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. നമുക്കറിയാം സെയിം പോള് റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് പോൾ അട്രാക്ട് ചെയ്യും. സോ ഈ പറയുന്ന സോളിനോയിഡിൻ്റെ ഈ ഭാഗം ഏത് പോളാണ്, അത് നോർത്താണോ ഈ കാന്തത്തിൻ്റെ സൗത്ത് ആണോ എന്ന് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പോളായിരിക്കും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോളിനോയിഡിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് പോകും. സോ അങ്ങോട്ട് നിങ്ങളുടെ തമ്പ് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് ചെയ്യുന്ന ഭാഗമായിരിക്കും നോർത്ത് പോൾ. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ സോളിനോയിഡിൻ്റെ നോർത്ത് പോൾ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ നോർത്ത് പോളിലോട്ട് അട്രാക്റ്റ് ആവുന്നത് എപ്പോഴും ആരായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. സോ ഉത്തരം സൗത്ത് പോൾ. പിടികിട്ടിയോ? ഈ സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഈ തൊട്ടിരിക്കുന്ന മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഏത് പോളായിരിക്കും ഇതിലോട്ട് അട്രാക്റ്റ് ആവുന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ പൊളാരിറ്റി കണ്ടുപിടിച്ചാലേ അത് പറ്റുള്ളൂ. ഇവിടുത്തെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ കറണ്ട് ഡയറക്ഷൻ നോക്കിയാൽ മതി. പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. അപ്പോൾ ആ ഡയറക്ഷനിൽ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ വിരൽ റോൾ ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. അത് നമുക്കറിയാം. പക്ഷേ ഈ പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ ആ പോയിന്റ് ആയിരിക്കും നോർത്ത് പോൾ. അപ്പോൾ ഇത് നോർത്ത്, അട്രാക്ട് ചെയ്യുന്നത് സൗത്ത് പോൾ. ഓക്കെ. എക്സ്പ്ലെയിൻ ഹൗ യു അറൈവ്ഡ് അറ്റ് ദ ആൻസർ. അപ്പോൾ അറിയാമല്ലോ, നമ്മൾ ആ റൂൾ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഹോൾഡ് സോളിനോയിഡ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സച്ച് ദാറ്റ് തമ്പ് പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. അറിയാമല്ലോ അത്. Suggest any 2 ways to increase the magnetic strength of a solenoid carrying an electric current. ഈ പറഞ്ഞ എന്താണ് കറണ്ട് ക്യാരി ചെയ്യുന്ന സോളിനോയിഡിൻ്റെ എന്താണ് സ്ട്രെങ്ത് കൂട്ടാനുള്ള 2 വേസ്. ഒന്ന് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അടുത്ത ചോദ്യം 18B ആണ്. സോ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? A current carrying loop is arranged near the end B of the solenoid AB. AB എന്ന സോളിനോയിഡിൻ്റെ B എന്ന് പറയുന്ന എൻഡിനടുത്തായിട്ട് നമ്മളൊരു കറണ്ട് ക്യാരിങ് ലൂപ്പിനെ വെച്ചിട്ടുണ്ട്. ഇൻ ഓർഡർ ടു ഗെറ്റ് എ കറണ്ട് ത്രൂ ദ സോളിനോയിഡ്, ഈ പറഞ്ഞ സോളിനോയിഡിലൂടെ നമുക്ക് കറണ്ട് കിട്ടണമെങ്കിൽ എ സെൽ ഈസ് ടു ബി കണക്റ്റഡ് ബിറ്റ്വീൻ P ആൻഡ് Q. പിക്കും ക്യൂവിനും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെല്ല് കണക്ട് ചെയ്യണം. ചോദ്യം, അതായത് ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്യുമ്പോൾ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യും, അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ചോദ്യം, which terminal of a cell should be connected to the point P? പിയിലേക്ക് നമ്മൾ ഏത് ടെർമിനൽ കണക്ട് ചെയ്യണം? സോ ദാറ്റ് ദ കണ്ടക്ടർ ലൂപ്പ് ഈസ് റിപ്പൽഡ് ഫ്രം ദ എൻഡ് ബി. കണ്ടക്ടർ ലൂപ്പ് എന്ത് ചെയ്യണം? എൻഡ് ബിയിൽ നിന്നും റിപ്പൽ ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ഇവിടെ ഞാൻ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തെങ്കിൽ ഇത് നോർത്ത് പോളായിട്ട് മാറും. സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ ആണോ അല്ലേ? അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടായിരിക്കും ലൂപ്പിന് ആക്ട് ചെയ്യുന്നത്. ഇത് സൗത്ത് ആയിരിക്കും, ഇത് ആ പറഞ്ഞ ലൂപ്പിൻ്റെ നോർത്ത് ആയിരിക്കും. ആണോ അല്ലേ?
ഒരു ലൂപ്പിൻ്റെ കേസ് നമ്മൾ പഠിച്ചതാണ്, ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഞാൻ പറഞ്ഞു തന്നതാണ്. അകത്തോട്ട് പോയാൽ ഈ പറയുന്ന ക്ലോക്ക് വൈസ് ദിശയിലാണ് ലൂപ്പിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് അകത്തോട്ടായിരിക്കും. അപ്പോൾ ഇത് സൗത്ത്, ഇത് നോർത്ത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? കണ്ടക്ടർ ലൂപ്പ് റിപ്പൽ ചെയ്യപ്പെടുകയാണ് വേണ്ടത്. പക്ഷേ ഇത് സൗത്തും ഇത് നോർത്തും ആണെങ്കിൽ അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതെന്താകണം? ഇത് സൗത്ത് പോൾ ആകണം. എങ്കിൽ ബാറ്ററിയുടെ ടെർമിനൽ എന്താകണം? ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആകും. അപ്പോൾ പിയിൽ കണക്ട് ചെയ്യേണ്ടത് എന്തായിരിക്കണം? പിയിൽ കണക്ട് ചെയ്യേണ്ടത് നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കണം. പിയിൽ കണക്ട് ചെയ്യേണ്ടത് എന്തായിരിക്കണം? നെഗറ്റീവ് ടെർമിനൽ ആണെങ്കിൽ. എങ്ങനെയാണെങ്കിൽ ഇത് സൗത്ത് പോൾ ആയിട്ട് മാറുകയും ഇത് നോർത്ത് പോൾ ആവുകയും ചെയ്യും. കാരണം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്നാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. അപ്പോൾ ഇങ്ങോട്ടാണ്. അപ്പോൾ കറണ്ട് നമ്മൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതായിരിക്കും നോർത്ത് പോൾ വരുന്നത്. അപ്പോൾ ഇത് സൗത്ത് പോൾ. സൗത്തും റിപ്പൽ ചെയ്യും. ഉണ്ടല്ലോ, നല്ല ടഫ് ചോദ്യങ്ങളാണ് വരുന്നത്. ബി പാർട്ട്. വെൻ ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സോളിനോയിഡ് ഈസ് ഇൻക്രീസ്ഡ്, സോളിനോയിഡിൻ്റെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഇൻക്രീസ് ചെയ്താൽ വാട്ട് ചേഞ്ച് ഒക്കർ ടു ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സിംഗിൾ ലൂപ്പ്. സിംഗിൾ ലൂപ്പിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതാണ്. അത് നമ്മൾ ആലോചിച്ചാൽ അറിയാം. ഒരു ലൂപ്പിൽ ഒരിക്കലും, അതായത് ഇപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടും. പക്ഷേ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സിംഗിൾ ടേണിൻ്റെ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു മാറ്റവും വരത്തില്ല. പുതിയൊരു ലൂപ്പ് വന്നതുകൊണ്ടാണ് ഫീൽഡ് കൂടിയത്. അല്ലാതെ സിംഗിൾ ലൂപ്പിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? സിംഗിൾ ലൂപ്പിൽ വ്യത്യാസം വരുമോ എന്നാണ്. സിംഗിൾ ലൂപ്പിൽ വ്യത്യാസം വരില്ല. അടുത്ത, ഇഫ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ ഈസ് കണക്റ്റഡ് ടു ദ പോയിന്റ് പി. പോസിറ്റീവ് ടെർമിനലാണ് പിയിൽ കണക്ട് ചെയ്തതെങ്കിൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ടു പോയിന്റ് ക്യൂ, ക്യൂവിൽ നെഗറ്റീവ് ആണെങ്കിൽ അറ്റ് വിച്ച് എൻഡ് ഓഫ് ദ സോളിനോയിഡ് വിൽ ദ നോർത്ത് പോൾ ബി ഫോംഡ്. അപ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്തതെങ്കിൽ നോർത്ത് പോൾ ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? പി എന്ന് പറയുന്ന എൻഡിലായിരിക്കും. നമ്മളത് ഓൾറെഡി ഫസ്റ്റ് കേസിൽ തന്നെ നമ്മളത് ചെയ്ത് കിട്ടിയതാണ്. അടുത്ത്, ഹൗ ഡസ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ഡിഫർ ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ്. ഇത് എഴുതാൻ പറ്റുമല്ലോ. സോളിനോയിഡിലാണെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം, ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യാം. ബാർ മാഗ്നറ്റിൽ അതൊന്നും തന്നെ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മാർക്ക് കിട്ടുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? എന്താണ്? വെൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് ദിസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അടുത്ത ചോദ്യത്തിൽ നോക്കി എന്താണ്? The figure shows a copper rod held between two poles of a magnet and connected to a DC circuit. In which direction will the rod AB move when the circuit is switched on? State the rule applied. അതായത് എയും ബിയും എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്. അതൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് സൗത്ത് പോളുകൾക്കിടയിൽ ഇരിക്കുകയാണ്. കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്, അതായത് എയിൽ നിന്ന് ബിയിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നതാണ് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കണം. ലെഫ്റ്റ് ഹാൻഡിൽ നമുക്ക് ഈ പറയുന്ന ഡയറക്ഷൻ കാണിക്കുന്ന കറണ്ട് ആണെങ്കിൽ, അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ അതിൻ്റെ വിരൽ മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. കൈയൊടിയോ എന്താ? ഓക്കെ, ആലോചിച്ച് നോക്കി. ഒന്നുകൂടി. ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എ ടു ബി. അപ്പോൾ കറണ്ട് ഫ്ലോ കാണിക്കുന്ന വിരൽ ഏതാ? ഈ വിരലാണ്, ഇങ്ങോട്ട്. ഓക്കെ, ഈ വിരൽ ഇങ്ങോട്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്, അപ്പോൾ ഇങ്ങോട്ട്. തമ്പ് പോയിന്റ് നിന്ന് മുകളിലോട്ട്. അപ്പോൾ ഉത്തരം എന്താണ്? അപ്വേർഡ്. ഓക്കെ, റൂൾ ഏതാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? യൂസ് ചെയ്തത്. അടുത്ത് ബി, വിച്ച് ഡിവൈസ് ഈസ് ഷോൺ ബിലോ? എന്താണിത്? മൂവിംഗ് കോയിൽ, ലൗഡ് സ്പീക്കർ. ഒരു മാർക്ക് കിട്ടി. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇറ്റ്സ് വർക്കിംഗ്. മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. വാട്ട് ഈസ് എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം? സൗണ്ട് എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരവും കിട്ടി. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 16ാമത്തെ ചോദ്യമാണ്. ചോദ്യത്തിൽ പറയുന്നത് എന്താ? സർക്യൂട്ട് ഹാവിങ് കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ആർ ഡെപിക്റ്റഡ്. ഐഡൻറ്റിഫൈ എന്ന കറക്റ്റ് ഫിഗർ ആൻഡ് ജസ്റ്റിഫൈ. ഇതിൽ കറക്റ്റ് ഫിഗർ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ എന്താ സംഭവം? ഇവിടെ ബാറ്ററി ഉണ്ട്. ഇത് പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവ് ടെർമിനലാണ്. ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇത് നോർത്ത് പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് സൗത്ത് പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. ബാക്കി കണക്ഷനൊക്കെ സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു സോളിനോയിഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം പോസിറ്റീവ് നെഗറ്റീവ് കണ്ടുപിടിക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, അതായത് ഈ ഡയറക്ഷൻ. ഇവിടെയും പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷൻ.
അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ കൈപിടിക്കുകയാണെങ്കിൽ തമ്പ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ നോർത്ത് പോൾ ആയിരിക്കും. അപ്പോൾ തമ്പ് പോയിന്റ് ചെയ്യുന്ന ഇങ്ങോട്ടല്ലേ, അപ്പോൾ ഇതല്ലേ നോർത്ത് പോൾ. അപ്പോൾ ഏത് ഫിഗറാണ് കറക്റ്റ്? ഫിഗർ ബി ആണ് ഇവിടെ കറക്റ്റ്. എ ഇവിടെ നോർത്ത് പോൾ കാണിച്ചേക്കുന്നത് തെറ്റാണ്. ഓക്കെ, റൈറ്റ് ടു മെത്തേഡ് ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് സ്ട്രെങ്ത്. ഇത് ഞാൻ ഇനി പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഉത്തരമാണ് വേണ്ടത്. സ്റ്റേറ്റ്മെന്റ് നോക്കി. When the number of turns of a turns of coil in a solenoid carrying a constant current increases, the total flux in the solenoid increases. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടിയ ഫ്ലക്സ് കൂടും. ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2. When the number of turns of coil in a solenoid carrying a constant current increases, the flux through a single turn of coil does not increase. തൊട്ട് മുന്നത്തെ ചോദ്യം നമ്മൾ കണ്ടില്ലേ, സിംഗിൾ ടേണിൽ മാറ്റം വരത്തില്ല. പുതിയൊരു ടേൺ വന്നതുകൊണ്ട് അല്ലെങ്കിൽ പുതിയ നമ്പർ ഓഫ് ടേൺസ് വന്നാൽ സ്ട്രെങ്ത് കൂടുന്നേ ഉള്ളൂ. പക്ഷേ സിംഗിൾ ടേൺ, അതായത് ഒരു ടേൺ, ഇത് ഇങ്ങനത്തെ ഒരുപാട് ടേൺ ചേരുമ്പോഴാണല്ലോ സോളിനോയിഡ് ആവുന്നത്. അപ്പോൾ ഞാൻ ഈ ടേൺസിൻ്റെ എണ്ണം ഇപ്പോൾ താഴെ ഉള്ളതിനേക്കാളും മുകളിലുള്ളതിനേക്കാളും താഴത്തെ ടേൺസ് കൂടുതലാണ്. ടേൺസ് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. പക്ഷേ ഒരു ടേണിൻ്റെ കേസ് നമ്മൾ രണ്ടിടത്ത് നോക്കിയാൽ അത് സെയിം ആയിരിക്കും. നമ്മൾ എവിടെ പഠിച്ചു? മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ കേസ് പഠിച്ചു. അപ്പോൾ രണ്ടും എന്താണ് ഇവിടെ? രണ്ടും ഇവിടെ എന്താണ്? ശരിയായിട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ത് തന്നെയാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് തന്നെ ആണ്. ഓക്കെ, അടുത്ത 15ാമത്തെ ചോദ്യമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒബ്സർവ് ദ ഫിഗർ ഷോയിങ് എ കണ്ടക്ടർ കണക്റ്റഡ് ടു എ ബാറ്ററി ആൻഡ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് പോൾസ് നോർത്ത് ആൻഡ് സൗത്ത്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ? വിച്ച് ലോ ഹെൽപ്പ് us ടു ഫൈൻഡ് ദിസ്? സെയിം ചോദ്യം. നോർത്ത് ടു സൗത്ത്. ഇവിടെ പോസിറ്റീവ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. ഇങ്ങോട്ടാണ് എന്ത് വരുന്നത്? കറണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു, കറണ്ട് വെച്ചു. മുകളിലോട്ട് എന്ന് പറയുമ്പോൾ അപ്വേർഡാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഉത്തരം എന്താണ് വരുന്നത്? അപ്വേർഡാണ്. അപ്വേർഡ്. ഓക്കെ, എക്സ്പ്ലെയിൻ വൈ ദ കണ്ടക്ടർ. ലോ ഏതാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എക്സ്പ്ലെയിൻ വൈ ദ കണ്ടക്ടർ ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. എന്തുകൊണ്ടാണ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്? എന്താണ്? ഹിയർ ദ കണ്ടക്ടർ, വെൻ കറണ്ട് പാസസ് ത്രൂ എ കണ്ടക്ടർ, ദ കണ്ടക്ടർ, അങ്ങനെയല്ലല്ലോ, ഇങ്ങനെ പറയാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് മൂവ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെൻ കറണ്ട് പാസസ് ത്രൂ എ കണ്ടക്ടർ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് ഇറ്റ്. അതായത് ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആൻഡ് ദിസ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് അനദർ മാഗ്നറ്റ്. സോ ദർ ഈസ് interaction between the two magnetic field. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ അപ്പോൾ ഇൻട്രാക്ഷൻ ഉണ്ടാവും. സോ ദാറ്റ് ദ സെയിം പോൾ വിൽ റിപ്പൽ ആൻഡ് ദ ഓപ്പോസിറ്റ് പോൾ വിൽ അട്രാക്ട്. അത്തരത്തിൽ അട്രാക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്തത്? മൂവ് ചെയ്തത്. ഇതാണ് എൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് 16ാമത്തെ ചോദ്യം. എ കണ്ടക്ടർ എ ബി ഇസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ ലൂപ്പ്. ദ ടു എൻഡ് ഓഫ് ദിസ് വയർ ആർ കണക്റ്റഡ് ടു എ ബാറ്ററി. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഫോംഡ് അറൗണ്ട് ദ കണ്ടക്ടർ അറ്റ് പോയിന്റ് എ ആൻഡ് ബി വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ? എയിലും ബിയിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം കറണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കുക റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എയിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. സോ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണെങ്കിൽ കൈ ചുരുളുന്ന ഇങ്ങോട്ട്. നമ്മളെ ക്ലോക്ക് ഓടുന്നതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ എയിൽ എന്താണ്? എയിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ബി നോക്കിയേ, ഇതുവഴി കറങ്ങി കറണ്ട് ബിയിലോട്ട് പോകുമ്പോൾ എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? താഴോട്ട്. അപ്പോൾ കൈ നമ്മൾ താത്തി വെച്ച് എന്നിട്ട് കൈ റോൾ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കിയേ, എങ്ങനെയാണ്? ക്ലോക്ക് ഓടുന്ന ഡയറക്ഷനിൽ ഇങ്ങോട്ട്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ്. അപ്പോൾ എയിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, ബിയിൽ ക്ലോക്ക് വൈസ്. എയിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, ബിയിൽ ക്ലോക്ക് വൈസ്. അടുത്ത് എക്സ്പ്ലെയിൻ ഹൗ വിൽ യു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വെൻ ദ കറണ്ട് പാസസ് ത്രൂ എ കണ്ടക്ടിങ് ലൂപ്പ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മളത് ചെയ്യുന്നത്? നമ്മൾ എന്താണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മതി. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യമാണ്. ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? റിഗാർഡിംഗ് ദ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ. റീഡ് ദം കെയർഫുള്ളി. ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസസ് വെൻ ദ കറണ്ട് ഇൻക്രീസസ്. വെൻ ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻക്രീസസ് ദ ടോട്ടൽ ഫ്ലക്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ് ക്യാരിങ് കോൺസ്റ്റന്റ് കറണ്ട് ഇൻക്രീസസ് ദ ഫ്ലക്സ് ത്രൂ എ സിംഗിൾ ടേൺ ഓഫ് കോയിൽ ഇൻക്രീസസ്. കണ്ടോ, സെയിം. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. ടേൺസ് സോളിനോയിഡിൽ കൂടുമ്പോൾ, നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുമെങ്കിലും സിംഗിൾ ടേണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒരിക്കലും മാറില്ല. ഇത് വളരെ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. ഇത് തെറ്റാണ്. സോഫ്റ്റ് അയൺ കോർ ഇസ് യൂസ്ഡ് ടു സ്കോർ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 1, 2, 4 ആണ് ശരി. അപ്പോൾ 1, 2, 4 ശരി. സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം.
അടുത്ത 9ാമത്തെ ചോദ്യമാണ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് എ ബി ഈസ് മാർക്ക്ഡ്. എ ബിയിൽ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ഡയറക്ഷൻ കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക്കൽ കറണ്ട് ത്രൂ എ ബി? അപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മൾ ഇങ്ങനെ കറണ്ട് പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചാണ് വന്നേക്കുന്നത് അല്ലേ, ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ബി ടു എ ആയിരിക്കും കറണ്ട് പോകുന്നത് അല്ലേ, ബി ടു എ. കാരണം ഇതെന്താ നോക്ക്, ഇങ്ങനെ പിടിക്കുമ്പോൾ അല്ലേ, ഇത് ബി ഇത് എ. നമ്മളിങ്ങനെ പിടിക്കുമ്പോഴല്ലേ ഈ കൈ കറങ്ങുള്ളൂ. എ ടു ബി ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ, എ ടു ബി ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ, ഡയറക്ഷൻ ഇങ്ങനെ ആയിരുന്നു അല്ലേ. ഈ റൗണ്ടുകളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിരുന്നു. ഇവിടെ കണ്ടോ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ബി ടു എ ആണ് കറണ്ട് ഫ്ലോ ചെയ്തത്. വിച്ച് റൂളാണ് ഹെൽപ്പ് ചെയ്തത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഹെൽപ്പ് ചെയ്തത്. ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എഴുതി വെക്കുക, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ. ഹോൾഡ് ദ കണ്ടക്ടർ ഇൻ ദ റൈറ്റ് ഹാൻഡ് സച്ച് ദാറ്റ് ദ തമ്പ് പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്, അതർ ഫിംഗർ കേൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തന്നെ ബി പാർട്ട്. ഓക്കെ, when the current is passed through a conductor AB, AB current pass ചെയ്തു. The direction of the deflection of the north pole of the compass is placed on the cardboard was observed in anti-clockwise direction. അപ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് എന്ത് ഫ്ലോ മൂവ് ചെയ്തത്, കോമ്പസുകളൊക്കെ മൂവ് ചെയ്തത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. കണ്ടോ, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ കറണ്ട് ഡയറക്ഷൻ എന്തായിരിക്കും? അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ കറണ്ട് ഡയറക്ഷൻ ഏതായിരിക്കും? ഫ്രം എ ടു ബി, ഫ്രം എ ടു ബി. എ ടു ബി ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ആൻറ്റി ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യുള്ളൂ. വൈ ഡു ദ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് വെൻ ദ കറണ്ട് പാസസ് ഫ്രം എ ടു ബി? ബിക്കോസ് ദ കണ്ടക്ടർ എ ബി ആക്ട് എസ് എ മാഗ്നറ്റ്. അതായത് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ടാണ് നിങ്ങളവിടെ എന്ത് ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. 17ാമത്തെ ചോദ്യം. ഈ ചോദ്യം എത്ര തവണ വന്നു നമുക്ക് കൈ കണക്കൂല അല്ലേ. ആക്രിലിക് ഷീറ്റ് വെച്ചിട്ടുണ്ട്, കോപ്പർ റോഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ദാ ഇവിടെയാണ് ട്വിസ്റ്റ്. കണ്ടു, ട്വിസ്റ്റ്. നമ്മളിന്ന് ആദ്യം ചെയ്ത ചോദ്യത്തിൽ ഇവിടെ നോർത്ത് പോൾ ആയിരുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ സൗത്ത് പോളാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഇത് മാറിപ്പോകരുത്. ഓക്കെ, അടുത്ത. when the switch is turned on, AB was seen rolling towards P. Pയിലോട്ടാണ് റോൾ ചെയ്യുന്നതായിട്ട് കണ്ടത്. വാട്ട് വുഡ് ഹാവ് ബീൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്? അങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമുക്കിപ്പോൾ മൂവ് ചെയ്ത് അങ്ങോട്ടാണ്, അപ്പോൾ തമ്പ് അങ്ങോട്ട് വയ്ക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്ത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. ഓക്കെ, മുകളിലോട്ടാണ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്ത് എങ്ങോട്ടായിരിക്കും? എൻ്റെ കൈ ഓക്കെ, ഇങ്ങോട്ടാണ് ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് മുകളിൽ നിന്ന് താഴോട്ടല്ല, താഴെ നിന്ന് മുകളിലോട്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അല്ലേ, എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് എൻ്റെ കൈ തിരിച്ചു വയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല, അതാണ് മെയിൻ വിഷയം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ. മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന ഇങ്ങോട്ട്, താഴോട്ട്. ഞാൻ നേരത്തെ പറയുമ്പോൾ കൈ മാറിപ്പോയി. ഓക്കെ, തമ്പ് പോയിന്റ് ചെയ്യുന്നത് ഇങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മിഡിൽ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് ഇങ്ങോട്ട്. ഈ കാണാൻ പറ്റുന്നുണ്ട് അവിടെ, ഇങ്ങനെ. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ എ ടു ബി ഫ്രം എ ടു ബി. അടുത്ത, സജസ്റ്റ് 2 മെത്തേഡ് ടു റിവേഴ്സ് ഡയറക്ഷൻ. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ വന്ന അതേ കാര്യമാണ്. എന്താണ്? പൊളാരിറ്റി ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അത് 3ാമത്തെ ചോദ്യം. A few statements are given about the magnetic poles formed at the end A and B of a current carrying solenoid. Okay, north poles are formed at A and B. North poles are formed at A and B. North poles are formed at A and B. എയിലും ബിയിലും നോർത്ത് പോൾ ഫോം ചെയ്യുമോ? ഇല്ല, അതെന്താണ്? തെറ്റാണ്. അടുത്ത്, when the electric current flow in the opposite direction, the magnetic polarity changes. കറണ്ട് ചേഞ്ച് ചെയ്താൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും, ശരിയാണ്. നോർത്ത് പോൾ is formed at A and south pole at B. അല്ലെ, ആലോചിച്ച് നോക്കി, കറണ്ട് പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, നോർത്ത് പോൾ ഈസ് ഫോംഡ് അറ്റ് എ. നോർത്ത് പോൾ എയിൽ ഫോം ചെയ്യും? ഇല്ല, നോർത്ത് പോൾ അല്ലേ ഈ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. സൗത്ത് പോൾ ഈസ് ഫോംഡ് അറ്റ് എ. ഇവിടെ സൗത്ത് പോൾ, ഇവിടെ നോർത്ത് പോൾ. ഇത് ശരിയാണ് അല്ലേ, കാരണം സോളിനോയിഡ് കയ്യിൽ പിടിക്കുക, തമ്പ് പോയിന്റ് ചെയ്ത് കറണ്ട് ഡയറക്ഷൻ ആണെങ്കിൽ കറണ്ട് പോസിറ്റീവ് നെഗറ്റീവിലോട്ട് ആയതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ 2ഉം 4ഉം ആണ് സെയിം എന്ന് പറയുന്നത്. അപ്പോൾ 2ഉം 4ഉം ആണ് സെയിം. 2ഉം 4 സെയിം വരുന്ന ഏതാണ്? ശരി വരുന്ന ഏതാണ്? ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയും. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യം. എല്ലാ ചോദ്യത്തിലും എന്താ പറയുന്നത്? എ കണ്ടക്ടർ വയർ എ ബി ഈസ് ഫിക്സ്ഡ്. എ ഉണ്ട്, ബി ഉണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. when the terminal of a cell is to be connected to the part P in the circuit to make the magnetic field around the conductor AB in the anti-clockwise direction. അപ്പോൾ നമ്മൾ പിയിൽ പോസിറ്റീവ് ടെർമിനൽ കൊടുക്കണോ നെഗറ്റീവ് കൊടുക്കണോ? എന്ത് പറ്റും? കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്കറിയാം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആവണം. അങ്ങനെയാണെങ്കിൽ പിയിൽ കൊടുക്കേണ്ടത് ഏതായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം അല്ലേ. പി കൊടുക്കേണ്ടത് ഏതായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. കാരണം പി നെഗറ്റീവ് കൊടുത്താലേ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുള്ളൂ. അങ്ങനെ ഫ്ലോ ചെയ്താൽ മാത്രമേ ആൻറ്റി ക്ലോക്ക് വൈസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. റൂൾ ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. 11ാമത്തെ ചോദ്യം.
വെൻ എ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് എ കോയിൽ ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ്. അല്ലെ, ഈ ഒരു കോയിൽ നമ്മൾ മാഗ്നറ്റിന് അടുത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു ഇ എം എഫ് ഉണ്ടാകും. വാട്ട് ഹാപ്പൻ ടു ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇഫ് ദ സ്പീഡ് ഓഫ് ദ മാഗ്നറ്റ് ഈസ് ഇൻക്രീസ്ഡ്? സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവും കൂടും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കാരണം എന്താണ്? കൂടുതൽ മോർ നമ്പർ ഓഫ് ഫ്ലക്സ് ചേഞ്ചസ് ഹാപ്പനിങ്, അല്ലെ, ഫ്ലക്സ് ചേഞ്ചിൻ്റെ അളവ് കൂടും. വാട്ട് വിൽ ബി ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇഫ് ദ മാഗ്നറ്റ് ആൻഡ് ദ കോപ്പർ ടുഗദർ മൂവ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ വിത്ത് ദ സെയിം സ്പീഡ്, നോ കറണ്ട്? സെയിം ഡയറക്ഷനാണ്. അവിടെ ഫീൽഡ് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം, അല്ലേ? ഈ പറഞ്ഞ മാഗ്നറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫീൽഡ് ഈ പറഞ്ഞ കോയിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്താലേ പറ്റും. പക്ഷേ രണ്ടും ഒരേ സ്പീഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് അവിടെ കറണ്ട് ഉണ്ടാകത്തില്ല. അത് 11B ആണ്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? എ സോളിനോയിഡ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ വാട്ട് ഈസ് ദ ഫിനോമിനൻ ബിഹൈൻഡ് ദ എക്സ്പെരിമെന്റ് ഇല്ലസ്ട്രേറ്റഡ്? എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എക്സ്പെരിമെന്റ് ആണ് ഇത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ ഫിനോമിനൻ? എന്തൊക്കെയായിരിക്കും? നമ്പർ ഓഫ് ടേൺസ്, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്, സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് ദ മാഗ്നറ്റ് ആണ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് 18ാമത്തെ ചോദ്യം. വീണ്ടും സെയിം ചോദ്യം. ഓക്കെ, കാരണം ഒരേ എക്സ്പെരിമെന്റ് പല രീതിയിൽ ചോദിച്ചു. ആദ്യത്തെ രീതിയിൽ എങ്ങോട്ട് മൂവ് ചെയ്യും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചപ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്യുമെന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കറണ്ട് എങ്ങോട്ടാണെന്നാണ് ചോദിച്ചത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? ഇൻ ദ എക്സ്പെരിമെന്റ് എ കണ്ടക്ടർ എ ബി ഈസ് അറേഞ്ച്ഡ് അക്രോസ് 2 പാരലൽ കോപ്പർ വയർ പ്ലേസ്ഡ് ഓൺ ദ അക്രിലിക് ഷീറ്റ് which is kept above the ring magnet. A 12-volt battery is connected to the parallel conductors through a bell switch. Which magnetic pole should be at the position X for the conductor AB to move in the P direction? Pയിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ, Pയിലോട്ടാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ എക്സിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഏതായിരിക്കും? തൊട്ടുമുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചു. Pയിലോട്ട് മൂവ് ചെയ്തപ്പോൾ ഇവിടുത്തെ ഫീൽഡ് ഏതായിരുന്നു? സൗത്ത് ആയിരുന്നു. അപ്പോൾ എക്സിൻ്റെ ഇത് സൗത്ത് ആണെങ്കിൽ മാത്രമേ Pയിലോട്ട് മൂവ് ചെയ്യുള്ളൂ. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് ആക്ട് ചെയ്യണം. എങ്കിൽ പറ്റുമോ? ഇല്ലെങ്കിൽ ക്യൂയിലോട്ടാണ് മൂവ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? കറണ്ട് A to B ആണ്. കാരണം ഇത് പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് കറണ്ട് A to B ആണ് അപ്പോൾ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ A to B ഫ്ലോ ചെയ്യണമെങ്കിൽ ഇത് എന്തായിരിക്കണം? ഇങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് വരണം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് വരണം. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇത് സൗത്ത് പോൾ ആയിരിക്കും. ഓക്കെ, വിച്ച് ലോ ഹെൽപ്പ് ഇൻ അറൈവിംഗ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? വാട്ട് ചേഞ്ച് മസ്റ്റ് ബി മെയ്ഡ് ടു റീറ്റെയിൻ ദ ഇനീഷ്യൽ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ when the polarity of the magnet is reversed? പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴും അതേ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ എന്താണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പൊളാരിറ്റി മാറ്റിയാലും ഫീൽഡിലോട്ട് തന്നെ എന്ത് ചെയ്യും? അത് മൂവ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡയഗ്രം ഷോസ് ആൻ ഇലക്ട്രിക് മോട്ടോർ ഗിവൺ എക്സ് ആൻഡ് വൈ ഡിനോട്ടഡ് ദ മാഗ്നറ്റിക് പോൾസ്. എക്സ് വൈ മാഗ്നറ്റിക് പോൾ ആണ്. നെയിം ദ പോൾ അറ്റ് വൈ വെൻ ദ സൈഡ് എ ബി ഓഫ് ദ ആർമേച്ചർ മൂവ് അപ്വേർഡ്. എ ബി മൂവ് അപ്വേർഡായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ എക്സിൽ ഏത് പോൾ ആയിരിക്കണം? എക്സ് മുകളിലോട്ട്, അല്ലെ, എ ബി മുകളിലോട്ട് പോകണമെങ്കിൽ എക്സിൽ ഏതായിരിക്കണം? നോർത്ത് പോൾ ആയിരിക്കണം. കാരണം ഇത് നോർത്ത് ടു സൗത്ത് ആണെങ്കിൽ കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുമ്പോൾ, അല്ലേ, ഇങ്ങോട്ട് എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ മൂവ് ചെയ്ത് കറക്കുകയല്ല. അപ്പോൾ ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇത് നോർത്ത് പോൾ ആയിരിക്കും. ഡ്രോ എ ഡയഗ്രാം ഇല്ലസ്ട്രേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. അതെന്താണ്? ഇതായിപ്പോൾ ഇതാണ് നമ്മുടെ ഇത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇതാണ് മോഷൻ എന്ന് എഴുതാം. മോഷൻ എന്ന് പറയുന്നത് എങ്കിൽ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത്. കറണ്ട് ഡയറക്ഷൻ. ഓക്കെ, അടുത്ത്. വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ സർക്യൂട്ട് ടു റൊട്ടേറ്റ് ദ ആർമേച്ചർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. വാട്ട് ഈസ് എനർജി കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഡിവൈസ്? ഇവിടെ എന്താണ്? ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഓക്കെ, ഇവിടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുകയാണ്? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. ഇതെന്താണ്? മോട്ടോർ തന്നെ അല്ലേ? പക്ഷേ അതാണ് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുകയാണ്? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ലേ? ഇനി കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ആ ക്ലാസ് ഒന്ന് കാണുക, ഒന്നുകൂടെ ഈ ചോദ്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്തതൊന്ന് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. സത്യത്തിൽ ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയില്ല എങ്കിൽ ഇത് പാടായോ, അല്ലെങ്കിൽ ഭയങ്കര ഈസിയാണ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.